പസഫിക് കടലിൽ ആവശ്യപ്പെട്ടാൽ പ്രതിരോധം തീർക്കുമെന്ന് ചൈന പ്രസ്താവിച്ചു. അതിശക്തമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഞെട്ടലോടുകൂടിയാണ് അമേരിക്ക ചൈനയുടെ ഈ നിലപാടിനെ കണ്ടത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ ഇടപെടലൊന്നും ചൈന നടത്തിയിട്ടില്ലായിരുന്നു. കരീബിയൻ കടലിലും പസഫിക് കടലിലും ഇപ്പോൾ സംഹാര താണ്ഡവമാടുകയാണ് അമേരിക്കയുടെ സൈനികർ. വ്യോമാക്രമണവും കടലാക്രമണവും നിത്യേന എന്നോണം ഈ മേഖല ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 കപ്പലിനാണ് ആക്രമിച്ച് തകർത്തത്. 5 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കടലിൽ കപ്പലിൻ്റെ അകത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ആളെ പോലും കണ്ടുപിടിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നു. അഥവാ ആളുകളെ കൊലപ്പെടുത്തിയതിന് ശേഷം വ്യോമാക്രമണത്തിലൂടെ കപ്പൽ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ അകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു. അത് തങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അതായത് ഈ അമേരിക്കയെ കടത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു മയക്കുമരുന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവർ മറുപടി ഒന്നും പറയുന്നില്ല. കാര്യം ഈ 4-ലധികം കപ്പലുകളും അതേപോലെ 12ഓളം ഈ ബോട്ടുകളും ആക്രമിച്ചിട്ടുണ്ട്. 105ഓളം പേർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരെല്ലാവരും മീൻപിടുത്തക്കാരാണ്, മുക്കുവന്മാരാണ് എന്നുള്ളത് ഈ വെനിസ്വേലയുടെ പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, നിരപരാധികളെ വെടിവെച്ച് കൊന്നുകൊണ്ട് മയക്കുമരുന്നിൻ്റെ പേര് പറയുന്ന ഒരു നീചമായിരിക്കുന്ന പ്രവൃത്തി, ഒരു കാടത്തരം ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു. അതിനെ കരുതിയിരിക്കണം. തങ്ങളുടെ രാജ്യത്തിനെ അതിജീവിക്കാൻ വേണ്ടി ശക്തിയും ബലവുമുണ്ട്. അങ്ങനെ ഈ മേഖല, കരീബിയൻ മേഖലയാണെങ്കിലും പസഫിക് മേഖലയാണെങ്കിലും യുദ്ധസമാന സാഹചര്യങ്ങളും പ്രശ്നാധിഷ്ഠിതമായിരിക്കുന്ന മേഖലയും ആയതോട് കൂടിയിട്ട് സ്വതന്ത്രമായ രീതിയിൽ മറ്റ് കപ്പലുകൾക്ക് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സഞ്ചാരം നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം കാണുന്ന കപ്പലൊക്കെ ചാടിപ്പിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെനിസുലേക്ക് എന്ന് പറയുന്ന കപ്പലെ പിടിച്ചതിൽ നിന്ന് ഈ കപ്പൽ ഏത് രാജ്യത്തേതാണെന്നോ ഇതിൻ്റെ പതാക ഏതാണെന്നോ അതുമായി ബന്ധപ്പെട്ട ഇത് എവിടെയാണ് രജിസ്റ്റർ ചെയ്തതോ എന്നതിനെക്കുറിച്ചോ യാതൊരു പേരും ഇപ്പോഴും അമേരിക്ക പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ പിടിച്ചതാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയഘട്ടത്തിൽ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ വെനിസുലയെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പോകാറില്ല. ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ സിസ്റ്റമല്ല, രീതിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, അമേരിക്ക പോലെയുള്ള ശക്തിയുള്ള രാജ്യങ്ങൾ തങ്ങളെ നിരപരാധികളായിരിക്കുക തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് അതിന് സഹായം ചെയ്യണമെന്ന് ഇറാനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ചൈനയോടും റഷ്യയോടും പറഞ്ഞു. ഇപ്പോൾ ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ അത് സ്വീകരിക്കുകയും നിങ്ങൾക്ക് ആയുധ സംബന്ധമായിരിക്കുന്ന എല്ലാവിധ സഹായം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. കാര്യം ഏറ്റവും കൂടുതൽ മിസൈലുകൾ, ദീർഘദൂര മിസൈൽ, ഹ്രസ്വദൂര മിസൈലുകളെല്ലാം ഉള്ളത് ഇറാൻ്റെ കൈവശത്താണ്. ഇറാൻ്റെ കൈവശത്തിൽ ഹൈപ്പർസോണിക്കും സൂപ്പർസോണിക്കുമായിരിക്കുന്ന മിസൈൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഏത് തരത്തിലും ആക്രമിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും. ആ രീതിയിലാണ് അതിൻ്റെ പരീക്ഷണ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കടൽ തൊഴിലാളികൾക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത വിധം നിരപരാധികളായിട്ടുള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുക. അതിന് സഹായം വേണം എന്ന തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വെനിസുല ചൈനയോട്, അങ്ങനെ ചൈന സഹായം നൽകാമെന്ന് പറയുകയും ചെയ്തു. ചൈനയുടെ യുദ്ധക്കപ്പൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അന്താരാഷ്ട്ര പാതയിലൂടെ തങ്ങളുടെ സൈനികർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ചൈനയിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് വെനിസുലയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് വലിയ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ തുടക്കം കുറിക്കപ്പെടും എന്നൊരു പേടി നിലവിൽ അമേരിക്കക്കുണ്ട്. അമേരിക്കയുടെ 10ഓളം യുദ്ധക്കപ്പലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വെനിസുലയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതിന് ഒറ്റപ്പെട്ട ഇങ്ങനെ വെടിവെപ്പും തിരിച്ചു വെടിവെപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രയാസം ഉണ്ടാകും. ഒന്നിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാൻ്റെ സഹായം വെനിസുലയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെയും റഷ്യയുടെയും സഹായവും ഉണ്ടാവും. ഈ 3 രാജ്യത്തിനും 3 തരത്തിലുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്.
അതിലൊന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള എല്ലാവിധ മിസൈൽ സംവിധാനങ്ങളും ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൈനക്കും റഷ്യക്കുമാണെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുകയാണോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ, അയൺ ഡോം പോലെയുള്ള വലിയ ശക്തിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും കൈവശത്തിലുണ്ട്. ഈ 3 മേഖല രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കൊറിയ ബാക്കിയുണ്ട്. കൊറിയ ഇവരോടൊപ്പം ചേരും. കാരണം എല്ലാ കാലത്തും അമേരിക്കയോട് ശത്രുതാ മനോഭാവമുള്ള രാജ്യമാണ് കൊറിയ. ആ കൊറിയക്ക് ഏത് സമയത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോട് താല്പര്യമാണ്. പ്രത്യേകിച്ച് അത് അമേരിക്ക ആ സമയത്ത് താല്പര്യം കൂടുകയും ചെയ്യും. ഇതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ വെനിസ്വേലയെ തൊടുന്ന സമയത്ത് പിന്നീട് അത് ഉക്രൈൻ പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ യുദ്ധക്കപ്പലുകളൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയാണ് എന്നല്ലാതെ പ്രത്യേകിച്ചൊരു പണികളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു വിഷയം തന്നെയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഉക്രൈനെ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും തയ്യാറായിട്ടും ഉക്രൈൻ അവിടെ വിജയിപ്പിച്ചെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. സമാനമായിരിക്കുന്ന രീതി ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അമേരിക്കക്കുണ്ടാവും. അമേരിക്ക ലക്ഷ്യം വെക്കുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. കാര്യം എല്ലാ മേഖലയിലും അമേരിക്കയാണ് ഇടപെടുന്നത് എന്നതിനാൽ ഈ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ ടച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും വിലയിരുത്തുന്നു. അപ്പോൾ ഈ കരീബിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനയുടെ യുദ്ധക്കപ്പൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നേർക്ക് നേരെ ചൈനയും അമേരിക്കയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ അമേരിക്കയെ സഹായിക്കാൻ മറ്റ് പല രാജ്യങ്ങളും മുന്നോട്ട് വരില്ല എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വരില്ല. പകരം ഈ വെനിസ്വേലയെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനയെ സഹായിക്കാൻ വേണ്ടി ഇറാനും റഷ്യയും കൊറിയയും വരാൻ സാധ്യതയുണ്ട്. ലക്ഷ്യങ്ങൾ പാളുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു പേടി ഇപ്പോൾ അമേരിക്കക്കുണ്ട്. അതിന് അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പറയുമ്പോൾ യഥാർത്ഥത്തിൽ യമനിൽ അമേരിക്ക പരാജയപ്പെടുകയാണ് ചെയ്തത്. യമനിലെ ഹൂത്തികളോട് നിരന്തരം പോരടിച്ചുകൊണ്ട് പരാജയപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി അവരുടെ കപ്പൽ മടങ്ങി പോരേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പിന്നീടാണ് ഒമാനുമായി ചേർന്നുകൊണ്ടൊരു മധ്യസ്ഥത ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം തീർക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം വളരെ എളുപ്പത്തിൽ കീഴടക്കാം എന്ന് വിചാരിക്കുന്ന സർവ്വ മേഖലയിലും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ ഒരു സ്ഥിതികളും ഈ ഒരു സാഹചര്യങ്ങളും ഈ പറയപ്പെട്ട പസഫിക് സമുദ്രത്തിനോട് ചേർന്നും കരീബിയൻ സമുദ്രത്തിനോട് ചേർന്നും ഉണ്ടാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു. ഇപ്പോൾ വെറുതെ എങ്കിലും കപ്പലുകളും ബോട്ടുകളെയും പറഞ്ഞയക്കുന്ന രീതി ഇപ്പോൾ വെനിസ്വേല ചെയ്തിട്ടുണ്ട് എന്നാണ്. ആക്രമിക്കുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്ലാസ്റ്റിക് ബോട്ടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഇതിനാക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യുദ്ധസമാന സാഹചര്യങ്ങൾ തൻ്റെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെയുള്ള ഒരു തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലാതെ വൈകാതെ ഉണ്ടാകുമെന്ന് പല ഘട്ടത്തിലും വെനിസ്വേല പറഞ്ഞിട്ടുണ്ട്. അതിനവർ ധൈര്യം കാണുന്നത് ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായങ്ങളാണ്. ഈ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യം. സായുധപരമായ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിനാശകരമായിരിക്കുന്ന സ്ഥിതികൾ അളക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പല ഘട്ടങ്ങളിലായി അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിരിക്കുന്ന സമയമല്ല. അത് നഷ്ടത്തിൻ്റെയും നാശത്തിൻ്റെയും അവസ്ഥയിലേക്ക് മാത്രമാണ് പോവുക. അതുകൊണ്ട് ഈ മേഖലയിൽ അത്ര കളിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത്. ചൈന രണ്ടും കൽപ്പിച്ച് ഇറങ്ങി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.